ആഹാ അനുമതിമേ. പാനുമതി ചായ നേരത്തെ ഞാൻ കൊണ്ടുവന്ന് വെച്ചോ. പിന്നെ എനിക്ക് അത്രയും ഭാഗം എളുപ്പമുണ്ടായിരുന്നു. ചായ അവിടെ ഇരിക്കട്ടെ. ചായ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് പിന്നെ നമ്മുടെ പെണ്ണുണ്ടല്ലോ, മറ്റേ ഗിരിജ, അവക്ക് മുറുക്കാൻ വാങ്ങിക്കുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. അതൊക്കെ വിടാം. അതിന് മുമ്പായിട്ട് എനിക്ക് ആ പൊന്നമ്മയുടെ മുറിയിൽ ഒന്ന് കയറി പണി സാധനം ഒന്ന് കാണണം. വലിയ നിർബന്ധമാണോ? എനിക്കത് കണ്ടേ പറ്റുള്ളൂ. അത് ശരി. കൈന്ന് വിടാൻ ഇത് പൊടിയും കൊച്ചാണ്ടങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി എന്തുവാ? അതുകൊണ്ടാണ് പറഞ്ഞത്. വീട്ടിൽ കയറി വന്നിട്ട് തോന്നി മാസം കാണി. എന്നെ ആ മുറിയൊന്ന് കാണിച്ചാ മതി. മുറിയൊന്ന് കാണിക്കണോ? ഇങ്ങ് വാ. അത് ശരി. മുറി ഞാൻ കാണിക്കാം. ഇങ്ങോട്ട് വന്നാട്ടെ. ഇതാണോ? എന്റെ പൊന്നോ, ആ കൺട്രാക്ടിനെ സമ്മതിക്കണം. ഇവ ആ തമിഴത്തി പൊന്നമ്മ ആണോ? എന്തോ ബോഡി ഷെയ്മോ? എന്തോ ബോഡി ചെയ്ത് എനിക്കറിയത്തില്ല. ഈ ഒരുത്തി വന്നോടുകൂടിയ 150 വർഷമായി. അന്ന് വന്നോടുകൂടിയ നമ്മുടെ കൺട്രാക്ടിന്റെ ഊപ്പാട് വരുമായിരുന്നു. ഇതുപോലെ നിൽക്കുവോ? ഇതുപോലൊക്കെ നിൽക്കുവോ? ഇതുപോലെ ഞാൻ ഇതുപോലെ നിന്ന് നോക്കട്ടെ. അടിപൊളി. ഇതൊക്കെ എന്തുവാണ് ഈ മുറിയിൽ? ഇതൊക്കെ കാണാം. ഇതൊക്കെ 150 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള എവിടെ പണി സാധനങ്ങളാ ഇതോ? അതായത് ഡാൻസ് കളിക്കില്ലയോ? ഇവള് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നല്ല. ഇവനാ ഒരു മൈക്കാട് പണിക്കാരൻ വന്നില്ലേ, അവന്റെ കൂടെ പോയി മുഴക്കോല് വെച്ചാ തല്ലിക്കൊന്നത്. ഇവിടെ പണി സാധനങ്ങളാ. ഇത് മുഴക്കോല്, ഇത് പിന്നെ ടേപ്പ്, ചുറ്റിക, പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ തൂക്കട്ടെ. എന്തിയേ തൂക്കട്ട? ഇതാണോ? ഈ തൂക്കട്ട പൊന്നമ്മയുടെ തൂക്കട്ടെ. ഇത് എവിടുന്ന് കിട്ടി? ഇത് 150 വർഷം പഴക്കോ? ഇത് 150 വർഷം പഴക്കമുള്ള 2 വർഷം പഴക്കേ ഉള്ളൂ. 150 വർഷം 2 വർഷത്തെ പഴക്കേ ഉള്ളൂ. എന്നോട് തർക്കിക്കരുത്. 150 വർഷം എന്നോട് തർക്കിക്കാൻ നിൽക്കല്ല. ഇത് 150 വർഷം പഴക്കമില്ല. എന്നോട് തർക്കിക്കരുതെന്നാ പറഞ്ഞത്. തർക്കിക്കും. ഞാനാണ് തർക്കിച്ചത്. നിങ്ങൾ തർക്കിച്ചത്? ഞാനാ തർക്കിച്ചത്. ചായ കുടിക്കാം. കേട്ടോ, ചായ കുടിച്ചോ? ഞാൻ പറയാം. ഞാൻ പോയി അവൾക്ക് ഗിരിജയ്ക്ക് മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ട് പോട്ടെ. ഈ കപ്പ ഞാനും കൊണ്ടുപോവാ. ചായ കൊണ്ടുവരണോ? കൊണ്ടുവരണം. ചായ ഇട്ടോണ്ടേ ഇരുന്നു കേട്ടോ. ഞാൻ പോകും വരെ എനിക്ക് ചായ വെട്ടിക്കൊണ്ടു. പൊടിയൊക്കെ ചേട്ടാ, കണ്ടു. ഒരു കാര്യം പറയട്ടെ. എന്തുവാ സംഗതി ഏറ്റപ്പയായി. അത് ആന്നു. നമ്മൾ നമ്മുടെ കൈ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോഴേ ഗിരിജയ്ക്ക് പാക്കും പറ്റ മേടിക്കാൻ പോണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് വിലക്കണം, പോകണ്ടെന്നും പറഞ്ഞു. മുഖഭാവം ഒന്ന് നോക്കണം. എനിക്ക് ആ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യാനുള്ളതാ. മനസ്സിലായി. അപ്പൊ ചെന്നൊന്ന് നോക്കിയാണ്. ശ്രദ്ധിച്ചോണേ. പോകണ്ടെന്ന് പറയണം. ഇല്ലയോ? വിലക്കേര് ബാക്കി ഞാൻ ഏറ്റു. എന്തോ അവിടെ കുത്തിപ്പിടിച്ചോണ്ടിരിക്കുന്നു. എവിടെ പോവാ? ഞാൻ ഗിരിജയ്ക്ക് പാക്കും പറ്റാൻ പാക്കാൻ പോവാ. ഇവിടെ ഇരിപ്പുണ്ടല്ലോ പാക്കും പറ്റാൻ. പിന്നെ എന്തിനാ ഞാൻ കൊണ്ട് അതെല്ലാം കരഞ്ഞു തുടങ്ങിയത്. അത് വേണ്ട. ഇപ്പം പോകണ്ട. ഞാൻ കൊള്ളാം. ഇന്നലെ രാവിലെ കൂടി ഞാൻ പറഞ്ഞു ഇല്ലയോ ഇന്ന് ഞാൻ പോകും. ഇപ്പൊ എന്തോ ഒരു മനമാറ്റം, ഒരു സ്വരച്ചേർച്ചയില്ലായ്മ. പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. ഞാൻ പോകും. പോകണ്ടെന്നില്ലേ പറഞ്ഞു? ഞാൻ മൂർക്കാൻ വാങ്ങിക്കാൻ പോകും പറഞ്ഞല്ലോ. പോകണ്ട. ഞാൻ പോകും. പോകണ്ട. വിടമാട്ടെ. നീ ഇപ്പൊ എന്നോട് എന്തുവാ പറഞ്ഞത്? എങ്ങും പോകണ്ടെന്നോ? ഞാൻ പോകും. ദുഃഖാസ്തമേ ഉന്നെ ഞാന് ഇവിടെ ഇട്ട് വലിച്ചു കയറിന്റെ ഊപ്പാടി ഞാൻ പരിചയാണ്. ഈ പാനുമതി അത് ഞാൻ ചെയ്യും. എന്താ ഞാൻ പോകണ്ടെന്നില്ലയോ? നിന്റെ ഈ വടിയും കത്തിച്ച് ഗുളിയും കത്തിച്ച് നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊന്നിടുവേ. എന്തുവാ ഞാൻ കാണിച്ചത്? അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മേടിച്ച് വെച്ച സാധനം നിങ്ങളെ കാണിക്കുവോ? കഴിഞ്ഞ വട്ടം ഉഷാള് കൂടെ റേഷൻ കട പോണെന്ന് പറഞ്ഞപ്പോ നീ വേറൊരു കസറേറ്റ് അടിച്ചു പൊട്ടിച്ചവളാ. അതറിയാവോ? ചേട്ടാ ഞാൻ എന്തോ പറഞ്ഞു. എന്തോ ഞാൻ ഭാനുമതി ഒന്നും പറഞ്ഞില്ല. എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. അല്ല നീ അഥവാ അങ്ങ് ചത്തു പോയാലേ നിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു തലമുറ വേണ്ടേ? ആ വായും തുറന്നേ. അതിന്റെ അകത്ത് ഒരു വർഷം പാക്ക് കിടക്കുന്നുണ്ടോ? അത് കടിച്ചു പൊട്ടിക്കാൻ ശേഷിയില്ല. എന്നിട്ടാ പിന്നെ തലമുറ ഉണ്ടാക്കാൻ പോലും. തലമുറയുടെ കാര്യം പറഞ്ഞോണ്ട് ഇവിടെ നയവിറക്കരുത്. ഞാൻ അകത്തോട്ട് പോവാ കേട്ടോ. ചായ വല്ലതും വേണോ? കൊണ്ടുപോവാ. ചായ കൊണ്ടുപോവാ.